ഹലോ ഫ്രണ്ട്സ്, രാഹുലാണ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കൂടിയൊക്കെ കാണിക്കണം. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വാ. ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ സൗണ്ട് മാത്രമേ എടുത്തുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, രമേശിന്റെ കടയിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഈ ഒരു പാലം എന്ന് പറയുന്നത് കൊല്ലംകാർക്ക് നല്ല പരിചയമുള്ള ഒരു പാലമായിരിക്കും. അപ്പോൾ ഈ കൊല്ലംകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാണ് ഏത് പാലമാണെന്ന്. കൊല്ലംകാർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു പാലമാണിത്. അങ്ങനെ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇപ്പം കുട്ടനാട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കുട്ടനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് നമ്മൾ ഓർത്ത് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകാമെന്ന്. അങ്ങനെ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മളൊരു ഷാപ്പിലാണ് കയറുന്നത്. അപ്പോൾ ഷാപ്പിലാകുമ്പോൾ നല്ല മീൻകറിയും ഒക്കെ കൂട്ടി കഴിക്കാമല്ലോ. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളിയൻ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാനും ചേച്ചിയും മാത്രമേ കഴിക്കുന്നു ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്നാലും ഞങ്ങളവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു ഷാപ്പിൽ കൂടുതലും ഫാമിലി ആയിട്ടുള്ളവരാണ് വരുന്നത്. അതാകുമ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം കേട്ടോ എല്ലാവരും. അതുകൊണ്ട് നമുക്ക് വേറെ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളിത് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ചോറും കുറച്ച് ചമ്മന്തികളും മീൻകറിയും തോരനും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. വലിയ ഹെവി ആയിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇതാ നമ്മളൊരു മീൻകറിയും കൂടി സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും ചേച്ചി മാത്രം കഴിക്കാനുള്ള ഒരു പീസേ ഉള്ളൂ. പിന്നെ ഞാൻ അളിയന് വേണ്ടി മേടിച്ച സാമ്പാറിന് കുറച്ച് സാമ്പാറൊക്കെ എടുത്ത് എൻ്റെ ചോറിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൾ ഓർത്ത് അയ്യോ ഒരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ അവൾക്കും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന വീഡിയോയും ഫോട്ടോ ഒക്കെ അവളും കുറച്ചെടുത്ത്. പിന്നെ ഈ ഒരു മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കത് അവളിങ്ങനെ പൊളിച്ചൊക്കെ മീൻ വെച്ച് തരും. സാധാരണ ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് അവളാണ് വാരി തരാറുള്ളത്. ഈ കൈ കഴുകാനൊക്കെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ പിടിച്ചടക്കാനൊക്കെ പാടായതുകൊണ്ട് കൈ കഴുകാൻ പോകുമ്പോൾ ദേഹത്തൊക്കെ പറ്റാതിരിക്കാണ്ട് എനിക്ക് അവൾ വാരി തരും. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ച വീഡിയോ ഒക്കെ എടുക്കുമല്ലേ, ഒന്ന് തന്നെ തിന്നാം. എല്ലാവരും കൂടെ ഇങ്ങനെ യാത്ര കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്ഥലത്തൊക്കെ കയറിയിരുന്ന് ഇതേപോലെ ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സന്തോഷം തന്നെയാണ്. ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും കേട്ടോ. എന്നിട്ട് ഈ കഴിപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതും പിന്നെ ഇപ്പോൾ സംസാരമാണ് ഞങ്ങളുടെ ഇടയ്ക്ക് മറന്നു പോകും. വീഡിയോ എടുക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ അവൾ ഓരോന്നൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തത് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്തത്, ചെറിയ പൊടിമീൻ ഫ്രൈ ചെയ്തത്. അങ്ങനെ അതും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റിനൊരു കുറവുമില്ല, വിലയും നല്ല കൂടുതലായിരിക്കും ചിലപ്പോൾ. ഹലോ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഫുഡ് എങ്ങനെ റിവ്യൂ ആണ്? സൂപ്പർ ഫുഡായിരുന്നു. അത് കൈ തന്നിപ്പോൾ ഏതാണ് മേടിക്കണ്ട. സൂപ്പർ ഫുഡായിരുന്നു. ഞാനും അടിയനും കണ്ടു ഒരേ കളർ ഡ്രസ്സ്. രമേശിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.